ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപമുള്ള കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഭക്തിപൂർവവും ഭംഗിയോടെയും ആചരിക്കുന്നു. ഭഗവാൻ മഹാദേവനോട് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ശിവരാത്രി ദിനം വലിയ ആത്മീയ ഉണർവോടെ ആഘോഷിക്കപ്പെടുന്നു. മഹാശിവരാത്രി ദിവസം ഭഗവാൻ ശിവൻ താണ്ഡവം നടത്തിയ ദിനമായും ശിവപാർവതി വിവാഹ ദിനമായും വിശ്വസിക്കുന്നു. അതിനാൽ ഈ ദിവസം ഉപവാസവും പ്രാർത്ഥനയും നടത്തി ഭക്തർ അനുഗ്രഹം തേടുന്നു. തൊടുപുഴയും സമീപ പ്രദേശങ്ങളുമായുള്ള ഭക്തർ വൻ തിരക്കോടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നു. വൈകുന്നേരം മുതൽ രാത്രി വരെ ക്ഷേത്ര പരിസരം ദീപപ്രഭയാൽ അലങ്കരിക്കപ്പെടും. അതിൻ്റെ ഇടയിൽ താലമെടുക്കുന്ന അമ്മമാരും കുട്ടികളും കാഴ്ചയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഭക്തിയോടെ കൈകളിൽ താലം പിടിച്ച് ശാന്തമായ ചുവടുകളോടെ അവർ മുന്നോട്ട് നീങ്ങുന്നു. കുഞ്ഞുങ്ങളുടെ മുഖത്ത് തെളിയുന്ന ആനന്ദം, അമ്മമാരുടെ മുഖത്ത് നിറയുന്ന ആത്മവിശ്വാസം, ഇവയൊക്കെയാണ് ഉത്സവത്തിന്റെ യഥാർത്ഥ ഭംഗി. തലമുറകൾ കൈകോർക്കുന്ന ഒരു ഭക്തിസാന്ദ്ര ദൃശ്യമാണത്. ക്ഷേത്രം തന്നെ അന്നേ ദിവസം ഒരു വർണ്ണലോകമായി മാറും. ലൈറ്റുകളുടെ പ്രകാശത്തിൽ മിനുങ്ങുന്ന ഗോപുരം, പൂക്കളാൽ അലങ്കരിച്ച മണ്ഡപങ്ങൾ, ധൂപത്തിന്റെ സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷം എല്ലാം ചേർന്ന് ഒരു ആത്മീയ ലോകം സൃഷ്ടിക്കുന്നു. സന്ധ്യയാകുമ്പോൾ ആ പ്രകാശം ഇരുട്ടിനെ തുരത്തിക്കളഞ്ഞ് ഭക്തിയുടെ ഒരു തീപ്പൊരി പോലെ മുഴുവൻ പ്രദേശത്തെയും തിളക്കമാർന്നതാക്കുന്നു. കാവടി ഘോഷയാത്ര അതൊരു സാധാരണ ഘോഷയാത്രയല്ല. വിശ്വാസത്തിൻ്റെ ഒരു മഹാസാഗരം പോലെ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ ഒഴുകിയെത്തുന്ന ഭക്തിയുടെ തിരമാലയാണ്. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്ര പരിസരം ഉത്സവ ചൂടിൽ മുൾമുനയിൽ നിൽക്കും. ചുറ്റും മേളത്താളങ്ങളുടെ ഗംഭീരനാദമുയരും. ചെണ്ടമേളത്തിൻ്റെ ഓരോ താളവും ഹൃദയമിടിപ്പിനൊപ്പം ചേർന്ന് ഒരു പ്രത്യേക ആവേശം സൃഷ്ടിക്കും. നിറങ്ങളാൽ അലങ്കരിച്ച കാവടികൾ ചുമന്ന ഭക്തർ നിരയായി മുന്നോട്ട് നീങ്ങുന്നു. ചിലർ വ്രതാനുഷ്ഠാനങ്ങളോടെ, ചിലർ നേർച്ചകളോടെ, ചിലർ കുടുംബസമേതം. അവരുടെ മുഖങ്ങളിൽ കാണുന്നത് ക്ഷീണമല്ല, വിശ്വാസത്തിന്റെ പ്രകാശമാണ്. ഓരോ ചുവടിലും ഓം നമ ശിവായ എന്ന് വിളി ഉയരുമ്പോൾ അതൊരു ശബ്ദമല്ല, അത് ആത്മാവിന്റെ ആഹ്വാനമാണ്. ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് അടുക്കുമ്പോൾ ആവേശം കൂടിക്കൊണ്ടിരിക്കും. മേളത്താളങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങും. കാവടി ചുമന്ന ഭക്തർ അവസാന ചുവടുകൾ കൂടുതൽ ആത്മാർത്ഥതയോടെ നടക്കും. ആ നിമിഷം അവരുടെ കണ്ണുകളിൽ കാണുന്നത് ഒരു തൃപ്തിയാണ്. നേർച്ച പൂർത്തിയാക്കിയ സന്തോഷം, ദൈവസാന്നിധ്യം അനുഭവിച്ച ആത്മശാന്തി. ഇതൊരു ചടങ്ങ് മാത്രമല്ല, ഇത് ഒരു സമൂഹത്തിന്റെ ഐക്യം, വിശ്വാസത്തിന്റെ ശക്തി, സംസ്കാരത്തിന്റെ പൈതൃകം എല്ലാം ചേർന്നൊരു മഹോത്സവമാണ്. ചെറിയ കുട്ടിയിൽ നിന്ന് മൂപ്പൻ വരെ എല്ലാവരും ഒരേ ഭക്തിയോടെ പങ്കുചേരുന്ന ഈ അനുഭവം ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു ഓർമ്മയായി മാറും.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.